വെൽക്കം ടു മാസ്റ്റർ പി അക്കാഡമി. നമ്മൾ സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ് തിയറീസിനെ കുറിച്ചാണ് അല്ലെങ്കിൽ തിയറിസ്റ്റുകളെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത് വരുന്നത്. എന്താണ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം, അതിൻ്റെ ഫൗണ്ടേഷൻ ഫിഗേഴ്സ് ആയിട്ടുള്ള അഗസ്റ്റിയ കോംറ്റെ അതുപോലെ തന്നെ ഹെർബർട്ട് സ്പെൻസറെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാനുള്ളത് ഈ സ്ട്രക്ചറൽ ഫങ്ഷൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ക്ലാസിക്കൽ തിയറിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ മോഡേൺ തിയറിസ്റ്റ് ഉണ്ട്. അതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് ക്ലാസിക്കൽ സ്ട്രക്ചറൽ ഫങ്ഷനിസ്റ്റ് തിയറിസ്റ്റുകളെ കുറിച്ചാണ് എടുക്കാനുള്ളത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പം നിങ്ങളിൽ പലരും ചോദിച്ചു എന്ന് കേട്ടു, നമ്മൾ ക്ലാസ്സിൽ എക്സ്ട്രാ പറയുന്ന പോയിന്റ്സുകൾ PPTയിൽ ആഡ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഒന്ന് റെക്ടിഫൈ ചെയ്യാണ്. നമ്മുടെ സിലബസിൽ വളരെ കുറച്ചെന്നല്ല, ചില സോഷ്യോളജിസ്റ്റുകളെ കുറിച്ച് എടുത്തു ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം, നിങ്ങളുടെ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട 4 സോഷ്യോളജിസ്റ്റുകളാണ് കാൾ മാർക്സ്, എമിൽ ഡർക്കീം, മാക്സ് വെബർ, അതുപോലെ തന്നെ ജോർജ് സിമ്മൽ. നമുക്ക് കോൺട്രിബ്യൂഷൻസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മുടെ സിലബസിൽ എന്തുണ്ട്, ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 4 പേരിൽ നമ്മൾ എമിൽ ദുർക്കീമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, എമിൽ ദുർക്കീമിൽ എക്സ്ട്രാ പോയിന്റ്സുകളൊന്നും നിങ്ങൾ എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. ഒരുവിധം എല്ലാ പോയിന്റ്സും ഞാനതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇനി വരുന്ന 3 ക്ലാസ്സുകളും കാൾ മാക്സിൻ്റെ ആയിക്കോട്ടെ, മാക്സ് വെബറിൻ്റെ ആയിക്കോട്ടെ, ജോർജ് സിമ്മലിൻ്റെ ആയിക്കോട്ടെ, ആ രീതിയിൽ തന്നെ ആയിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക. ദെൻ പിന്നെ നമുക്ക് വരുന്ന മേഖല എന്ന് പറയുന്നത് ഈ പറയുന്ന സ്ട്രക്ചറൽ ഫങ്ഷനിസം, കോൺഫ്ലിക്റ്റ് പേഴ്സ്പെക്റ്റീവ്, ഇൻട്രാക്ഷനിസ്റ്റ്, ഈ 3 ഇതാണ് വരാനുള്ളത്. ഇതിൽ നമ്മളോട് എടുത്തൊരു സോഷ്യോളജിസ്റ്റിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല. പക്ഷേ സ്ട്രക്ചറൽ ഫങ്ഷനിസം എന്ന് പഠിക്കുമ്പോൾ അതിൻ്റെ കീഴിലുള്ള സോഷ്യോളജിസ്റ്റുകൾ പഠിക്കേണ്ടത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ സിലബസിൽ അത് എടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും അത് നമ്മൾ പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കണം, അവരുടെ ഇമ്പോർട്ടൻറ്റ് തിയറികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. ദാറ്റ്സ് ഓൾ, അത്ര മതി. ഓക്കെ, ഇപ്പോൾ അഗസ്റ്റിയ കോംറ്റെയുടെ ഇമ്പോർട്ടൻറ്റ് തിയറികൾ നമുക്കറിയാം. ലോ ഓഫ് 3 സ്റ്റേജ്, ഹൈറാർക്കി ഓഫ് സയൻസ്, അല്ലേ, പോസിറ്റിവിസം, ഇതാണെന്നറിയാം, ഇതെന്താണെന്നറിയാം, ഇത്ര മതി. ഓക്കെ, അതുപോലെ തന്നെ ഇനി സ്ട്രക്ചറൽ ഫങ്ഷനിസം എത്തുമ്പോൾ അഗസ്റ്റിയ കോംറ്റെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാദർ ഓഫ് സോഷ്യോളജി എന്നാണ് അറിയപ്പെടുന്നത്. ഇൻ കേസ് എന്തെങ്കിലും പിന്നെ അവരുടെ വർക്കുകളെല്ലാം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രധാനമായിട്ടും ചോദിക്കാൻ ചാൻസ് വർക്കുകളൊക്കെ ആയിരിക്കും. അപ്പോൾ വർക്കുകളെല്ലാം PPTയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ കോംറ്റെ, പിന്നെ അതുപോലെ തന്നെ സ്പെൻസർ. അത് കഴിഞ്ഞ് ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എടുക്കാനുള്ളത് ക്ലാസിക്കലാണ്. അപ്പോൾ ക്ലാസിക്കൽ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ക്ലാസിക്കൽ സ്ട്രക്ചറൽ ഫങ്ഷൻസിൽ വരുന്നത് ഒന്ന് ദുർക്കീമും, രണ്ടാമത്തത് റാഡിക്ലിഫ് ബ്രൗണും, മൂന്നാമത്തത് മലിനോസ്കിയാണ്. അപ്പോൾ ഇതിൽ ദുർക്കീം നമുക്ക് ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകത്തേ ഉള്ളൂ. ഇനി റാഡിക്ലിഫ് ബ്രൗണും മലിനോസ്കിയും ഇവർ രണ്ടുപേരും ശരിക്കും വരുന്നത് സോഷ്യൽ ആന്ത്രോപോളജി എന്ന് പറയുന്ന മേഖലയിലാണ്. ഈ സോഷ്യൽ ആന്ത്രോപോളജിയിലാണ് അവർ സ്ട്രക്ചറൽ ഫങ്ഷൻസ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തുണ്ട്, ഇവിടെ നമുക്ക് കൂടുതലായിട്ട് അവരെ മെൻഷൻ ചെയ്യേണ്ട, എന്നാൽ അവരെ കുറിച്ച് അറിയാവുന്ന പോയിന്റ്സുകൾ അവരൊന്ന് പരിചയപ്പെടുത്തി തരാമെന്നുള്ളതാണ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് പറയുന്ന പോയിന്റ്സുകൾ ഇപ്പോൾ കേരള PSCയുടെ മറ്റൊരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, HST സോഷ്യോളജി, അല്ലേ. അപ്പോൾ HST സോഷ്യോളജിക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ചിലപ്പോൾ ഈ ഒരു ബാച്ചിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ അവരുടെ അത്രയും ഡീപ്പായിട്ടുള്ള പോയിന്റ്സുകളാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ്സുകളായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് ഏപ്രിൽ 6-ാം തീയതിയാണ് നിങ്ങളുടെ എക്സാം. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് കുറച്ച് പരിമിതികൾ ഉണ്ടായിരിക്കും നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കാര്യത്തിലും ക്ലാസ് എടുക്കുന്ന കാര്യത്തിലും. അപ്പോൾ നമുക്ക് വേഗം സിലബസ് തീർക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ ചില പോയിന്റ്സുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സുകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ഞാൻ നിങ്ങൾക്ക് എഴുതി തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഒരു ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്, ആദ്യത്തെ മൊഡ്യൂൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലാസ് കാണുന്ന സമയത്ത് വിത്ത് ഒരു പേപ്പർ, ഒരു പെന്ന് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് കേൾക്കുക. കാരണം നമ്മുടെ ഒരു സ്വഭാവമായിരിക്കും, നമ്മൾ ക്ലാസ് കേൾക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ കിച്ചണിൽ ജോലി ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ഇരിക്കുകയായിരിക്കും, അല്ലേ. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സോഷ്യോളജിസ്റ്റുകളൊന്നും പഠിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ കണ്ട് കുറച്ച് ഫിനോമിനോളജിക്കൽ ആയിട്ടുള്ള ഹെർബർട്ട് ബ്ലൂമർ, എർവിങ് ഗോഫ്മാന്, ഹസ്റൽ, സ്ക്യൂട്ട്, അതുപോലെ തന്നെ ഹേബർമാസ്, ഗിഡൻസ്, ബോഡിയോ, ഫൂക്കൾട്ട്, ദെരിദ, ഇവരെ കുറിച്ചൊക്കെ ഈ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരെ കുറിച്ചൊക്കെ അവരുടെ തിയറികളൊക്കെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള തിയറികളാണ്. കൃത്യമായിട്ട് നമുക്ക് ഒരു ക്ലാസ് തന്നെ ഒരാളെ കുറിച്ച് പഠിക്കാനുള്ള ഏരിയാസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ അതല്ലാത്ത വേറെ കുറേ, പക്ഷേ ഞാൻ നിങ്ങൾക്ക് സ്ട്രക്ചറൽ ഫങ്ഷൻസ് ഈ പറയുന്ന റാഡിക്ലിഫ്, മലിനോസ്കി, ടാൽക്കറ്റ് പേഴ്സൺ, റോബർട്ട് കെ മേർട്ടനെ കുറിച്ചൊക്കെ പറയുന്നത് അവരൊക്കെ സോഷ്യോളജിയിലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഷ്യോളജിസ്റ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരെ കുറിച്ച് പരിചയപ്പെടണമല്ലോ. സോഷ്യോളജി പഠിച്ചവർക്ക് അവരെന്താണെന്ന് അറിയുന്നുണ്ടായിരിക്കും, എന്നാൽ സോഷ്യൽ വർക്ക് പഠിച്ചവർക്കും LLB പഠിച്ചവർക്കും ഒരു പക്ഷേ ഇവർ അത്രത്തോളം പരിചയം ഉണ്ടായില്ല. കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ അത്രത്തോളം പരിചയം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവരെ പരിചയപ്പെടുത്താനാണ് കുറച്ച് പോയിന്റ്സുകൾ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ എക്സ്ട്രാ പോയിന്റ്സുകൾ ഉണ്ടെങ്കിൽ
അതെന്ത് ചെയ്യുക, നിങ്ങളൊന്ന് എഴുതിയെടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. പല പോയിന്റ്സുകളും നമുക്ക് സ്കിപ്പ് അടിക്കാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഞാൻ HST സോഷ്യോളജിക്കും കൂടി നമ്മൾ ക്ലാസ്സും കാര്യങ്ങളും എടുക്കുന്നത് കൊണ്ടാണ് ആ പോയിന്റ്സും കൂടി നിങ്ങൾക്ക് ഇതിൽ എന്ത് ചെയ്യുന്നത്, ഉൾപ്പെടുത്തുന്നത്. രണ്ട് വ്യത്യസ്ത മേഖലകളിലേക്കുള്ള എക്സാമാണ്. ഇപ്പോൾ 2 PPTയും സെയിം ആവാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ എന്താണോ DEO എക്സാമിന് എന്താണോ ആവശ്യം അത് മാത്രം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നാൽ മതി. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂൾ എന്ത് ചെയ്യുക, വിത്ത് പേപ്പർ ആൻഡ് പെൻ ആയിരിക്കണം നിങ്ങൾ ക്ലാസ് കാണേണ്ടത്. കാരണം അത് കണ്ടു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ്സുകളും എന്തെങ്കിലും ഒരു വർക്ക്, ഇപ്പോൾ അനോമി എന്ന് പറയുന്ന വാക്ക് ചിലപ്പോൾ നമ്മുടെ PPTയിൽ അത് ഉണ്ടായിരിക്കില്ല. അനോമി എന്ന് പറയുന്ന വാക്ക് ഏത് വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഏത് സോഷ്യോളജിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിക്കുമ്പോൾ അത് ദുർഗയമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാകും, ക്ലാസ്സിൽ ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ദുർഗയും എന്നെ കുറിച്ചാണ് പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ സ്പെൻസറെ കുറിച്ച് ഓർഗാനിക് അനലോഗി അതെന്താണ്, ഒരുവിധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ടേംസുകളൊക്കെ നമ്മൾ PPTയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ മാത്രമാണ് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളായിട്ട് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ റാഡിക്ലിഫ് ബ്രൗണും മലിനോസ്കിയും നമ്മുടെ സിലബസിൽ എടുത്ത് ചോദിച്ചില്ല. പക്ഷെ അവർ ദേ ആർ കം അണ്ടർ ദ ക്ലാസിക്കൽ സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ് തിയറിസ്റ്റ്. സോ നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഒരുവിധം ഇവരുടെ തിയറീസും കാര്യങ്ങളും ഞാൻ PPTയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതല്ലാതെ കുറച്ചും കൂടി എക്സ്ട്രാ പോയിന്റ്സ് ആയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതിയെടുക്കുക. നിങ്ങളുടെ സൗകര്യം പോലെ കുഞ്ഞു ഷോർട്ട് നോട്ടുകളായിട്ട് എഴുതിയെടുക്കാൻ കൂടുതലൊന്നും ഉണ്ടായിരിക്കില്ല. എന്തെങ്കിലും വാക്കുകൾ, ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഈ PPTയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എക്സ്ട്രാ ഒന്ന് എലാബറേറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് ആ തിയറി നിങ്ങളുടെ മനസ്സിൽ വരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ആദ്യം മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ അത് കുറച്ച് പേരിങ്ങനെ പറഞ്ഞായിരുന്നു PPT ഉൾപ്പെടുത്തണമെന്ന്. നമ്മുടെ ഓഫീസിൽ നിന്നൊരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങൾക്കൊരു വോയിസ് ഫോർവേഡ് ചെയ്തിരുന്നു. നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു ക്ലാസ്സിൽ ഇത് പറയുന്നത്. അപ്പോൾ കേൾക്കുന്ന കുട്ടികൾ ഇത് എന്ത് ചെയ്യുക, അതൊന്ന് മനസ്സിലാക്കുക കേട്ടോ. നമ്മുടെ ക്ലാസ്സിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് ഏപ്രിൽ 6 ആകുമ്പോഴേക്കും തീർത്താൽ പോരല്ലോ. മിനിമം ഒരു മാർച്ച് ലാസ്റ്റെങ്കിലും ഇത് തീർക്കണം. എന്നാലേ ഏപ്രിൽ ആദ്യത്തെ വീക്കുകളിൽ നമുക്ക് മോഡൽ എക്സാമും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരു എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പരിമിതി കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ക്ലാസിക്കൽ സ്ട്രക്ചറൽ ഫങ്ഷണലിസത്തിൽ 3 ആളുകളാണ് പ്രധാനമായിട്ടും വരുന്നത്. എമിൽ ദുർഗെയും റാഡിക്ലിഫ് ബ്രൗണ് അതുപോലെ തന്നെ മലിനോസ്കി. എമിൽ ദുർഗെയും റാഡിക്ലിഫ് ബ്രൗണും മലിനോസ്കിയും. അതിൽ എമിൽ ദുർഗെയും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ എമിൽ ദുർഗെയിമിനെ ആലോചിക്കുക. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ സോഷ്യൽ ഫാക്ട്, സൂസൈഡ്, ഡിവിഷൻ ഓഫ് ലേബർ, അങ്ങനെ ഒരുപാട് തിയറികൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് നോക്കിയിട്ട് വെക്കുക. ഓക്കെ, അപ്പോൾ ഈ എമിൽ ദുർഗെയിമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ എമിൽ ദുർഗെയിമിനെ കുറിച്ച് ഈ ഒരു സ്ലൈഡിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയില്ല, കാരണം ഡീറ്റെയിൽഡ് ക്ലാസ് നിങ്ങൾക്ക് ഓൾറെഡി എടുത്തതാണ്. പിന്നെ ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എമിൽ ദുർഗെയിം ഇതിൽ കൊടുത്തിട്ടുള്ളത്. ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഫിഗർ ഇൻ ക്ലാസിക്കൽ ഫങ്ഷണലിസം അല്ലേ. അപ്പോൾ ക്ലാസിക്കൽ ഫങ്ഷണലിസത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്വാധീനിക്കപ്പെടുന്ന ഒരു ഫിഗറാണ് എമിൽ ദുർഗെയിം എന്ന് പറയുന്നത് അല്ലേ. ഹി പ്രൊവൈഡഡ് ദ എംപിരിക്കൽ ബേസിസ് ഫോർ ദ തിയറി അല്ലേ. തിയറിക്ക് വേണ്ട എംപിരിക്കൽ ബേസിസ് അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്നു. സോഷ്യൽ ഫാക്ട് അല്ലേ, അദ്ദേഹത്തിൻ്റെ മെയിൻ തിയറിയാണ് സോഷ്യൽ ഫാക്ട് അല്ലെങ്കിൽ സോഷ്യൽ ഫാക്ട് എന്നതാണ്. അതിൻ്റെ പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഹി ആർഗ്യൂഡ് ദാറ്റ് സോഷ്യോളജി ഷുഡ് സ്റ്റഡി സോഷ്യൽ ഫാക്ട് അല്ലേ. സോഷ്യോളജിസ്റ്റുകൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും സോഷ്യൽ ഫാക്ടുകൾ, സാമൂഹിക വസ്തുതകളെ കുറിച്ച് പഠിച്ചിരിക്കണം. എക്സ്റ്റേണൽ ഫോഴ്സസ് ലൈക്ക് ലോസ്, മോറൽസ് ആൻഡ് കസ്റ്റംസ് ദാറ്റ് ഷേപ്പ് ഇൻഡിവിജ്വൽ ബിഹേവിയർ അല്ലേ. എക്സ്റ്റേണൽ ഫോഴ്സസ് ആയിട്ടുള്ള ബാഹ്യശക്തികളായിട്ടുള്ള നിയമങ്ങൾ, മോറൽസ്, കസ്റ്റംസ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ ഷേപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പോയിന്റാണ് എന്ത്, സോഷ്യൽ സോളിഡാരിറ്റി എന്ന് പറയുന്നത് അല്ലേ. സോഷ്യൽ സോളിഡാരിറ്റി, സോഷ്യൽ ഫാക്ടിൻ്റെ അതുപോലെ തന്നെ സോഷ്യൽ സോളിഡാരിറ്റി. ദെൻ സോഷ്യൽ സോളിഡാരിറ്റിയിൽ പറയുന്നത് മെക്കാനിക്കൽ സോളിഡാരിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഓർഗാനിക് സോളിഡാരിറ്റി ഉണ്ട് അല്ലേ. നമ്മൾ തിയറി പഠിച്ച സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റാണ് മെക്കാനിക്കൽ സോളിഡാരിറ്റിയും അതുപോലെ തന്നെ ഓർഗാനിക് സോളിഡാരിറ്റിയും. അതിൽ മെക്കാനിക്കൽ സോളിഡാരിറ്റി ഞാൻ പറഞ്ഞിരുന്നു, അത് ആലോചിക്കുമ്പോൾ നിങ്ങൾ എന്താ ആലോചിക്കുക, റൂറൽ അല്ലേ, റൂറൽ ഏരിയ ആലോചിക്കുക. ദേ ആർ ഫൗണ്ട് ഇൻ അല്ലെങ്കിൽ മെക്കാനിക്കൽ സോളിഡാരിറ്റി ആർ ഫൗണ്ട് ഇൻ ട്രഡീഷണൽ സൊസൈറ്റീസ് അല്ലേ. വളരെ പരമ്പരാഗതമായിട്ടുള്ള സമൂഹത്തിലാണ് നമുക്കിത് കാണാൻ സാധിക്കുക. വേർ പീപ്പിൾ ആർ ഹെൽഡ് ടുഗദർ ബൈ ഷെയർഡ് ബിലീഫ്സ് ആൻഡ് സിമിലാരിറ്റീസ് അല്ലേ. അവിടെ ഇൻഡിവിജ്വൽസ് എങ്ങനെയാണ് ജീവിക്കുന്നത്, അവരവരുടെ ബിലീഫ്സ്, വിശ്വാസങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്നുണ്ട്. ഒരുപാട് സാമ്യതകൾ അവർക്ക് മുന്നിൽ ഉണ്ടായിരിക്കും.
ദെൻ നെക്സ്റ്റ് വൺ ഓർഗാനിക് സോൾഡാരിറ്റി അല്ലേ. ഓർഗാനിക് സോൾഡാരിറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് നിങ്ങൾ ഒരു അർബൺ ഏരിയാസ് എന്ത് ചെയ്യുക നിങ്ങൾ ആലോചിച്ച് വയ്ക്കുക അല്ലേ. ദേ ആർ ഫൗണ്ട് ഇൻ മോഡേൺ സൊസൈറ്റീസ് അല്ലേ. നമുക്ക് ഓർഗാനിക് സോൾഡാരിറ്റി കാണാൻ പറ്റുന്നത് മോഡേൺ സൊസൈറ്റിയിലാണ്. where people are held together by their dependence on one another due to the division of labor. യൂണിവേഴ്സിറ്റി ഓക്കെ അത് വേണ്ട. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ആളുകൾ ഡിപ്പെൻഡൻസ് ഓൺ വൺ അനദർ, മറ്റൊരാളുമായിട്ട് ഡിപ്പെൻഡഡ് ആണ്. ബിക്കോസ് എന്താണ് അവിടെ ഡിവിഷൻ ഓഫ് ലേബർ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ സാധ്യമാവുന്നുണ്ട് അല്ലേ. ഡിവിഷൻ ഓഫ് ലേബർ ഉള്ളത് കൊണ്ട് തന്നെ മറ്റുള്ളവരുമായിട്ട് എന്താണ് ദേ ആർ കണക്റ്റഡ് വിത്ത്. പിന്നെ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു ടേമാണ് അനോമി അല്ലേ. അനോമി എന്ന് പറയുന്ന ടേം, he described anomy as a state of normlessness that occurs when social regulation break down, threatening the system stability അല്ലേ. അനോമി എന്ന് പറയുന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് എമിൽ ദുർഖേമാണ്. ആലോചിച്ച് വയ്ക്കുക. അദ്ദേഹം അനോമി എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, നോംലെസ്നെസ്, അതാണ് മനസ്സിലാക്കുക. നോം ഇല്ലാത്തൊരവസ്ഥ, നോംലെസ്നെസ് ദാറ്റ് ഒക്കേഴ്സ് വെൻ അല്ലേ സോഷ്യൽ റെഗുലേഷൻസ് അല്ലേ സാമൂഹിക നിയന്ത്രണം ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അതുപോലെ തന്നെ നിലവിലുള്ള സിസ്റ്റം സ്റ്റെബിലിറ്റി അത് ത്രെട്ടൺ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ അനോമി എന്ന് പറയുക അല്ലേ. നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരു കൈൻഡ് ഓഫ് നോമിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ. അത് ആ ഒരു നോംലെസ്നെസ് ആവുന്ന ഒരു സമയമാണ് അനോമി എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ സൊസൈറ്റിയുടെ സിസ്റ്റം സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് അതിനൊരു ത്രെഡ് ഡൗൺ ആകും, സോഷ്യൽ റെഗുലേഷൻസ് ഒക്കെ ബ്രേക്ക് ഡൗൺ ആണും എന്നാണ് ആര് പറയുന്നത്, ദുർഖെയിം പറയുന്നത്. ദുർഖെയിൻ്റെ ഒരു ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ദുർഖെയിമിനെ കുറിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞു അല്ലേ. അദ്ദേഹത്തിൻ്റെ ഡിവിഷൻ ഓഫ് ലേബർ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു, സൂയിസൈഡ് തിയറി കൃത്യമായിട്ട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ റിലീജിയസ് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു, സോഷ്യൽ ഫാക്ട് എന്താന്ന് പറഞ്ഞു, സോഷ്യൽ സോൾഡാരിറ്റി എന്താന്ന് പറഞ്ഞു, അനോമി എന്താന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു പോയിന്റ് ആയിട്ട് കൂടുതൽ ഡീറ്റെയിൽഡോട്ട് ഞാൻ അതിലോട്ട് പോകുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ ഒട്ടും നോക്കാത്തൊരു ഭാഗം എന്ന് പറയുന്നത് AR റാഡ്ക്ലിഫ് ബ്രൗൺ ആണ് അല്ലേ. അപ്പോൾ AR റാഡ്ക്ലിഫ് ബ്രൗണിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ മലിനോസ്കിയെ കുറിച്ചൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കൂടുതലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നോക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടമാണ്. 1881 മുതൽ 1955 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഓരോ സോഷ്യോളജിസ്റ്റിൻ്റെയും കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1881 മുതൽ 1955 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇവൻറ്റുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഓർക്കാൻ സുഖമായിരിക്കും. അദ്ദേഹം ആദ്യമായിട്ട് നൽകിയത്, ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു ബയോഗ്രഫി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 1881 ജനിച്ചു എന്ന് പറഞ്ഞു. ജാനുവരി 17 അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മരിച്ചത് 24 ഒക്ടോബർ 1955 ആണ്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റ് ആയിരുന്നു. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഇംഗ്ലീഷ് സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റ് അല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ ഇദ്ദേഹം അതുപോലെ തന്നെ മലിനോസ്കിയും എന്ന് പറയുന്നത് ആന്ത്രോപോളജിസ്റ്റുകളായിരുന്നു. സോ അദ്ദേഹം എന്താണ്, ഇംഗ്ലീഷ് സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റ് ആണ്. സ്ട്രക്ചറൽ ഫങ്ഷൻസിൻ്റെ വളരെയധികം വലിയൊരു വക്താവാണ്. ദെൻ അദ്ദേഹം പ്രധാനമായിട്ടും ആൻഡമാൻ ഐലൻഡിലോട്ട് ട്രാവൽ ചെയ്യും. 1906 to 1908 അദ്ദേഹം എന്ത് ചെയ്തു, ആൻഡമാൻ ഐലൻഡിലോട്ട് അദ്ദേഹം യാത്ര ചെയ്യുകയും അതുപോലെ തന്നെ 1910 to 1912 ആ കാലഘട്ടത്തിൽ അദ്ദേഹം വെസ്റ്റേൺ ഓസ്ട്രേലിയയിലോട്ടും അദ്ദേഹം ട്രാവൽ ചെയ്തു. എന്തിനു വേണ്ടിയിട്ട് അദ്ദേഹം ഈ രണ്ട് ഭാഗത്തോട്ടും അദ്ദേഹം ട്രാവൽ ചെയ്തത്, ടു കണ്ടക്ട് ഫീൽഡ് വർക്ക് അല്ലേ. ഫീൽഡ് വർക്ക് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയത് ഇൻ ടു ദ വർക്കിങ്സ് ഓഫ് ദി സൊസൈറ്റീസ് ദർ അല്ലേ. അവിടുത്തെ സമൂഹമായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് അല്ലേ അവിടുത്തെ കാര്യങ്ങൾ പഠിക്കാം. അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ആൻഡമാൻ ഐലൻഡിലോട്ട് 1906 to 1908 കാലഘട്ടത്തിൽ യാത്ര ചെയ്തത്. അതുപോലെ തന്നെ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലോട്ട് 1910 മുതൽ 1912 വരെ അദ്ദേഹം യാത്ര ചെയ്തത്. Okay, then his time in the Andaman Islands and the Western Australia were the basis of his later book, The Andaman Islanders and the Social Organization of Australian Tribes. അപ്പോൾ അദ്ദേഹത്തിന് രണ്ട് പ്രധാനപ്പെട്ട വർക്ക്സുകൾ നമുക്കിവിടെ കിട്ടി. അദ്ദേഹം രണ്ട് പ്രധാനപ്പെട്ട വർക്ക്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ വർക്കുകൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നുണ്ട്. അതായത് ഈ ആൻഡമാൻ ഐലൻഡിലോട്ട് പോയതിൻ്റെ ബേസിൽ അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ദ ആൻഡമാൻ ഐലൻഡേഴ്സ്. അത് പബ്ലിഷ് ചെയ്ത വർഷം 1922 അതുപോലെ തന്നെ മറ്റൊരു പുസ്തകമാണ് ദ സോഷ്യൽ ഓർഗനൈസേഷൻ ഓഫ് ഓസ്ട്രേലിയൻ ട്രൈബ്സ്. അത് പബ്ലിഷ് ചെയ്തത് 1930
ഓക്കെ, ദ ആൻഡമാൻ ഐലൻഡേഴ്സ് 1922-ൽ, ദ സോഷ്യൽ ഓർഗനൈസേഷൻ ഓഫ് ഓസ്ട്രേലിയൻ ട്രൈബ്സ് 1930-ലാണ് അദ്ദേഹം എന്ത് ചെയ്ത് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ആ 2 പുസ്തകം എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുക. ഇനി അദ്ദേഹം ഡെഫിനേഷൻ ഓഫ് സോഷ്യൽ സ്ട്രക്ചർ അല്ലെ, അദ്ദേഹം സോഷ്യൽ സ്ട്രക്ചറിന് ഒരു ഡെഫിനേഷൻ നൽകിയിട്ടുണ്ട്. ഹി വ്യൂഡ് സോഷ്യൽ സ്ട്രക്ചർ ആസ് റിയാലിറ്റി കൺസിസ്റ്റിംഗ് ദ ആക്ച്വൽ നെറ്റ്വർക്ക് ഓഫ് സോഷ്യൽ റിലേഷൻ അല്ലെ, ആ ഒരു പോയിന്റ് മനസ്സിലാക്കുക. ആക്ച്വൽ നെറ്റ്വർക്ക് ഓഫ് സോഷ്യൽ റിലേഷൻസ്, ഇറ്റ് ഈസ് നോട്ട് അബ്സ്ട്രാക്ട്, ഇറ്റ് ഈസ് ദ ഒബ്സർവബിൾ അറേഞ്ച്മെന്റ് ഓഫ് പീപ്പിൾ, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ കിങ് ആൻഡ് എ സബ്ജക്റ്റ് ഓർ എ ഫാദർ ആൻഡ് എ സൺ അല്ലേ. അദ്ദേഹം സോഷ്യൽ സ്ട്രക്ചർ അല്ലെ, സാമൂഹിക ഘടനയ്ക്ക് അദ്ദേഹം ഒരു ഡെഫിനേഷൻ നൽകിയിട്ടുണ്ട്. അദ്ദേഹം സോഷ്യൽ സ്ട്രക്ചറിനെ എങ്ങനെയാണ് വ്യൂ ചെയ്തത്? റിയാലിറ്റി കൺസിസ്റ്റിംഗ് ഓഫ് ദി ആക്ച്വൽ നെറ്റ്വർക്ക് ഓഫ് സോഷ്യൽ റിലേഷൻസ്, സാമൂഹ്യ ബന്ധങ്ങളുടെ ഒരു ആക്ച്വൽ നെറ്റ്വർക്ക് കൺസിസ്റ്റ് ചെയ്യുന്ന ഒരു റിയാലിറ്റി ആയിട്ടാണ് അദ്ദേഹം സോഷ്യൽ സ്ട്രക്ചറിനെ വ്യൂ ചെയ്തത് അല്ലേ. ഇത് അബ്സ്ട്രാക്റ്റ് അല്ല എന്നാണ് പറയുന്നത് അല്ലേ, അതായത് കാണാൻ പറ്റാത്ത ഒന്നല്ല. ഇറ്റ് ഈസ് ഒബ്സർവബിൾ അറേഞ്ച്മെന്റ് ഓഫ് പീപ്പിൾ, ഇത് നമുക്ക് കാണാൻ പറ്റുന്ന പീപ്പിൾസിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ആണ്. അതായത് ഒരു കിങ്ങും അതിൻ്റെ പ്രജകളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് കാണാൻ സാധിക്കും, ഒരു മകനും ഒരു അച്ഛനും തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിലാണ് ഇത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പോൾ സാമൂഹിക ബന്ധങ്ങളുടെ ഒരു യഥാർത്ഥ നെറ്റ്വർക്ക് കൺസിസ്റ്റ് ചെയ്യുന്ന ഒരു റിയാലിറ്റിയാണ് സോഷ്യൽ സ്ട്രക്ചർ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് നമുക്ക് വി ക്യാൻ ഒബ്സർവബിൾ ദ സോഷ്യൽ സ്ട്രക്ചർ ഇൻ സൊസൈറ്റി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ ദെൻ റാഡിക്കൽ ബ്രൗൺ സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ചിൽ കൂടുതലായിട്ട് പറയുന്നത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ചിൽ പറയുന്നത്. അദ്ദേഹം എന്താണ്, ഹി ഫോക്കസ്ഡ് ഓൺ ദ കണ്ടീഷൻസ് അണ്ടർ വിച്ച് സോഷ്യൽ സ്ട്രക്ചർ ആർ മെയിൻറ്റെയിൻഡ്, എങ്ങനെയാണ് സോഷ്യൽ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്ത ആ ഒരു കണ്ടീഷനെയാണ് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത്. ഹി ആൾസോ ബിലീവ്ഡ് ദാറ്റ് ദർ സർട്ടൻ ലോസ് ദാറ്റ് റെഗുലേറ്റ് ദ ഫങ്ഷനിങ് ഓഫ് സൊസൈറ്റീസ്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, സൊസൈറ്റി ഇങ്ങനെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തുണ്ടായിരിക്കും, സം ലോസ് ആർ സം ബിഹൈൻഡ് ദർ ആർ സം സർട്ടൻ ലോസ് എന്നാണ്, അതായത് കുറച്ച് നിയമങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. Then he also modified the idea of need and replaced it with necessary condition for existence for human societies, and these conditions can be discovered by proper scientific enquiry. അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ, നീഡ്, ആവശ്യങ്ങളുടെ ഒരു ഐഡിയ അദ്ദേഹം മോഡിഫൈ ചെയ്തു. അതുപോലെ തന്നെ ആ ഒരു ഈ നീഡ് എന്നതിൻ്റെ സ്ഥാനത്ത് അദ്ദേഹം പറഞ്ഞു നെസസറി കണ്ടീഷൻ അല്ലെ, ആവശ്യമായ സാഹചര്യം ഉണ്ടായിരിക്കണം, മനുഷ്യ സമൂഹത്തിന് ആവശ്യമായ സാഹചര്യം ഉണ്ടായിരിക്കണം. എന്തിന്? ഒരു പ്രോപ്പറായിട്ടുള്ള സയൻറ്റിഫിക് എൻക്വയറിയിലൂടെ മനുഷ്യൻ്റെ ആവശ്യമായ സാഹചര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് റാഡിക്കൽ ബ്രൗൺ പറഞ്ഞത്. ഇതൊക്കെ കുറച്ച് അതിൻ്റെ ഒരു എലാബറേറ്റഡ് പോയിൻ്റാണ്, നമുക്കത് നോക്കണ്ട. നമുക്ക് അടുത്ത ഭാഗത്തിലോട്ട് പോവാം. സ്റ്റഡി ഓഫ് ടോട്ടോമിസം ആൻഡ് റിച്വൽസ്. അദ്ദേഹം എങ്ങനെയാണ് ടോട്ടോമിസം, നമ്മൾ ടോട്ടോമിസം എന്താന്ന് പറഞ്ഞാൽ ഒരു ടോട്ടത്തിൻ്റെ പേരിൽ ഉണ്ടാകുന്നതാണ് ടോട്ടോമിസം അല്ലേ. സ്റ്റഡി ഓഫ് ടോട്ടോമിസം ആൻഡ് റിച്വൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇൻ ഹിസ് വർക്ക് ദ ആൻഡമാൻ ഐലൻഡേഴ്സ് അല്ലേ, നമ്മൾ പറഞ്ഞു ആൻഡമാൻ ഐലൻഡേഴ്സ്, he argued that rituals are not just a religious act but social machinery അല്ലേ. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഏത് പുസ്തകത്തിലാണ് ഇത് ഡിസ്കസ് ചെയ്തതെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആൻഡമാൻ ഐലൻഡേഴ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം ആർഗ്യൂ ചെയ്തത് റിച്വൽസ് ആർ നോട്ട് ജസ്റ്റ് റിലീജിയസ് ആക്ട് അല്ലേ. ആചാരങ്ങൾ, റിച്വൽസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു റിലീജിയസ് ആക്ട് മാത്രമല്ല, അതൊരു സോഷ്യൽ മെഷീനറി കൂടിയാണ്. അതായത് പലപ്പോഴും പല സമൂഹങ്ങളും ചില റിച്വൽസ് ആണ് എന്ത് ചെയ്യുന്നത്, അത് ചില റിച്വൽസ് ആണ് ആ സമൂഹത്തെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റിച്വൽസ് എന്ന് പറയുന്നത് ഒരു റിലീജിയസ് ആക്ട് മാത്രമല്ല, അതൊരു സോഷ്യൽ മെഷീനറി കൂടിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. റിച്വൽസ് ക്രിയേറ്റ് എ കളക്റ്റീവ് കോൺഷ്യസ്നെസ് ആൻഡ് റീഇൻഫോഴ്സ് ദ ഡിപ്പെൻഡൻസ് ഓഫ് ദി ഇൻഡിവിജ്വൽസ് ഓൺ ദി സൊസൈറ്റി അല്ലേ. റിച്വൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, ഒരു ഒത്തൊരുമ എന്ത് ചെയ്യുന്നുണ്ട്, അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത് റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട്, അത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഡിപ്പെൻഡൻസ് ഓഫ് ദി ഇൻഡിവിജ്വൽ ഓൺ ദ സൊസൈറ്റി. സമൂഹത്തിൻ്റെ മേലിൽ ഇൻഡിവിജ്വൽസിൻ്റെ ഡിപ്പെൻഡൻസ് അത് എന്ത് ചെയ്യുന്നുണ്ട്, അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകമായിട്ടുള്ള ദ ആൻഡമാൻ ഐലൻഡേഴ്സിൽ അദ്ദേഹം പറഞ്ഞത് റിച്വൽസ് എന്ന് പറയുന്നത് ഒരു റിലീജിയസ് ആക്ട് മാത്രമല്ല, അതൊരു സോഷ്യൽ മെഷീനറി കൂടിയാണ്.
ഈ റിച്വൽസ് എന്ന് പറയുന്നത് കളക്റ്റീവ് കോൺഷ്യസ്നെസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സൊസൈറ്റിയിൽ, സമൂഹത്തിനുള്ളിൽ ഇൻഡിവിജ്വൽസിൻ്റെ ഡിപ്പെൻഡൻസിന് ഇത് എന്തുകൂടി ചെയ്യുന്നുണ്ട്, ഇത് റീഇൻഫോഴ്സ് ചെയ്യുകയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് അദ്ദേഹത്തെക്കുറിച്ച്, റാഡിക്ലിഫ് ബ്രൗണിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകൾ ഞാനിവിടെ കൊടുത്തിട്ടില്ല, അത് ചിലപ്പോൾ വിട്ടുപോയതായിരിക്കും. അപ്പോൾ ആ പ്രധാനപ്പെട്ട വർക്കുകൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ. 1912 അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നേറ്റീവ് ട്രൈബ്സ് in part of Western Australia. ഇതാണ് അദ്ദേഹം 1912 അദ്ദേഹം എഴുതിയ ഒരു വർക്ക് എന്ന് പറയുന്നത്. ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നേറ്റീവ് ട്രൈബ്സ് ഇൻ പാർട്ട് ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയ. അടുത്ത അദ്ദേഹത്തിൻ്റെ വർക്ക് 1913 അദ്ദേഹത്തിൻ്റെ വർക്കാണ് 3 Tribes of Western Australia. 3 Tribes of Western Australia കേട്ടോ. അടുത്ത അദ്ദേഹത്തിൻ്റെ വർക്കാണ് 1922 എഴുതിയ ദ ആൻഡമാൻ ഐലൻഡേഴ്സ് നമ്മൾ പറഞ്ഞു അല്ലേ, ദ ആൻഡമാൻ ഐലൻഡേഴ്സ് അദ്ദേഹത്തിൻ്റെ 1922 വർക്ക്. ഇനി 1931 അദ്ദേഹത്തിൻ്റെ മറ്റൊരു വർക്കുണ്ട് സോഷ്യൽ ഓർഗനൈസേഷൻ ഓഫ് അതും നമ്മൾ പറഞ്ഞു അല്ലേ, സോഷ്യൽ ഓർഗനൈസേഷൻ ഓഫ് ഓസ്ട്രേലിയൻ ട്രൈബ്സ്, അതും പറഞ്ഞു. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റു വർക്കാണ് 1940 ഓൺ ജോക്കിംഗ് റിലേഷൻഷിപ്പ് 40 ദെൻ 1948 എ നാച്ചുറൽ സയൻസ് ഓഫ് സൊസൈറ്റി. അടുത്ത അദ്ദേഹത്തിൻ്റെ വർക്കാണ് 1952 സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ പ്രിമിറ്റീവ് സൊസൈറ്റി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. 1952 അദ്ദേഹം എഴുതിയ പുസ്തകമാണ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഇൻ പ്രിമിറ്റീവ് സൊസൈറ്റി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ഓക്കെ, അപ്പോൾ 1912 അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നേറ്റീവ് ട്രൈബ്സ് ഇൻ പാർട്ട് ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയ. 1913 3 Tribes of Western Australia. 1922 ദ ആൻഡമാൻ ഐലൻഡേഴ്സ് എ സ്റ്റഡി ഇൻ സോഷ്യൽ ആന്ത്രോപോളജി. 1930 ഓക്കെ, സോഷ്യൽ ഓർഗനൈസേഷൻ ഓഫ് ഓസ്ട്രേലിയൻ ട്രൈബ്സ്. 1940 ഓൺ ജോക്കിംഗ് റിലേഷൻഷിപ്പ്. 1948 എ നാച്ചുറൽ സയൻസ് ഓഫ് സൊസൈറ്റി. 1952 വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഇൻ പ്രിമിറ്റീവ് സൊസൈറ്റി. സോ ദീസ് ആർ ദ ബുക്സ് അല്ലെങ്കിൽ വർക്ക്സ് ഓഫ് റാഡിക്ലിഫ് ബ്രൗൺ. അപ്പോൾ ഇത്ര കാര്യങ്ങൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, റാഡിക്ലിഫ് ബ്രൗണിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഉള്ളൂ അല്ലേ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? റാഡിക്ലിഫ് ബ്രൗൺ എന്ന് പറയുന്നത് 1881 17 ജനുവരിയിലാണ് അദ്ദേഹം ജനിച്ചത്. മരിച്ചത് എന്താണ് 24 ഒക്ടോബർ 1955 അദ്ദേഹം ഒരു ഇംഗ്ലീഷ് സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റ് ആയിരുന്നു. 1906 മുതൽ 1908 വരെ അദ്ദേഹം ആൻഡമാൻ ഐലൻഡിലോട്ടും 1910 മുതൽ 1912 വരെ വെസ്റ്റേൺ ഓസ്ട്രേലിയയോട്ടും അദ്ദേഹം യാത്ര ചെയ്തു ഫോർ ദി കണ്ടക്ട് ഫീൽഡ് വർക്ക് അല്ലേ. ദെൻ അദ്ദേഹത്തിൻ്റെ ഡെഫിനേഷൻ ഓഫ് സോഷ്യൽ സ്ട്രക്ചർ അദ്ദേഹം പറഞ്ഞത് സോഷ്യൽ റിലേഷൻ്റെ ഒരു ആക്ച്വൽ നെറ്റ്വർക്കാണ് സോഷ്യൽ സ്ട്രക്ചർ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് അബ്സ്ട്രാക്റ്റ് അല്ല, ഇത് കോൺക്രീറ്റ് ആണ്, നമുക്ക് ഒബ്സർവബിൾ ആണ് എന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം ടോട്ടോമിസം, റിച്വൽസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു റിലീജിയസ് ആക്ട് ആണ്. റിലീജിയസ് ആക്ട് അല്ല, എന്താണ്, ഒരു സോഷ്യൽ മെഷീനറി ആണ്. ഇത് കളക്റ്റീവ് കോൺഷ്യസ്നെസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സൊസൈറ്റിയിൽ ഇൻഡിവിജ്വലിൻ്റെ ഡിപ്പെൻഡൻസും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ആളെ നോക്കാം, മലിനോസ്കിയിലാണ് നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, നമുക്ക് പഠിക്കാനുണ്ടായിരിക്കാം. ഓക്കെ, കുറച്ചും കൂടി പോയിന്റ്സുകൾ നിങ്ങൾക്ക് എഴുതിയെടുക്കാനും പഠിക്കാനുള്ളത് മലിനോസ്കിയാണ്. അപ്പോൾ മലിനോസ്കിയുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് സോഷ്യൽ ആന്ത്രോപോളജി എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത്. സോഷ്യൽ ആന്ത്രോപോളജി വെച്ചാൽ
ആന്ത്രോപോളജി എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും അല്ലേ? സ്റ്റഡി ഓഫ് മാൻ, കൾച്ചർ ആൻഡ് സൊസൈറ്റി, അതായത് മനുഷ്യനെ കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് ആന്ത്രോപോളജി എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇതിൽ പ്രധാന ഓക്കെ, അതായത് സോഷ്യൽ ആന്ത്രോപോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് മാൻ, കൾച്ചർ ആൻഡ് സൊസൈറ്റി ആണ് അല്ലേ. സോഷ്യൽ ആന്ത്രോപോളജി എന്ന നരവംശ ശാസ്ത്രമാണ് അല്ലേ. ഈ പ്രിമിറ്റീവ് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് പഠിക്കുന്നതാണ് ആന്ത്രോപോളജി. സോഷ്യൽ ആന്ത്രോപോളജി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാരെ കുറിച്ചും കൾച്ചറിനെ കുറിച്ചും അതുപോലെ തന്നെ സൊസൈറ്റിയെ കുറിച്ചുള്ള സയൻറ്റിഫിക് സ്റ്റഡിയാണ് നമ്മൾ സോഷ്യൽ ആന്ത്രോപോളജി എന്ന് പറയുക. പ്രധാനമായിട്ടും ഫീൽഡ് വർക്കിനൊക്കെ പ്രാധാന്യം നൽകിയിട്ട് എംപിരിക്കൽ ട്രഡീഷനൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ബ്രെയിൻസ്ലോ മലിനോസ്കിയെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം ഒരു പോളിഷ് സയൻറ്റിസ്റ്റ് ആണ്. പോളിഷ് സയൻറ്റിസ്റ്റ്, അതുപോലെ തന്നെ ബ്രിട്ടീഷ് സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റ്. ആണ് അദ്ദേഹം. ഓക്കെ, പിന്നെ ഒരു സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റും കൂടിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. ഫൗണ്ടഡ് ഫങ്ഷണലിസ്റ്റ് സ്കൂൾ ഇൻ ബ്രിട്ടൻ അല്ലേ. ഫൗണ്ടഡ് ഫങ്ഷണലിസ്റ്റ് സ്കൂൾ ഇൻ ബ്രിട്ടൻ. ബ്രിട്ടനിൽ എന്ത് ചെയ്തു അദ്ദേഹം, ഫങ്ഷണലിസ്റ്റ് സ്കൂൾ ഫൗണ്ട് ചെയ്തു.